അടുത്തത് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ആവാസ വ്യവസ്ഥയുടെ ഘടന അഥവാ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എബയോട്ടിക്കും ബയോട്ടിക്കും. എങ്ങനെയാണ് ഈ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് തമ്മിൽ എഫക്റ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അത് ജീവിക്കണമെന്ന് നമ്മൾ പഠിച്ചു. സോ ഇതേ ഇക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ കുറച്ചും കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇക്കോസിസ്റ്റത്തിലെ കമ്പോണൻസിലൂടെ ഫ്ലോ ഓഫ് എനർജിയുടെ ഫ്ലോ എങ്ങനെയാണ് ഇക്കോസിസ്റ്റത്തിലെ കമ്പോണൻസിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് ഇക്കോസിസ്റ്റത്തിൽ എന്തുണ്ട്, ഇൻട്രാക്ഷൻ ഓഫ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. സോ ഇക്കോസിസ്റ്റത്തിൽ ബയോട്ടിക്കും അബയോട്ടിക്കും ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ളത് കൊണ്ട് ഇറ്റ് റിസൾട്ട് ഇൻ ഫിസിക്കൽ സ്ട്രക്ചർ. ഇതാണ് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിൽ എന്താണ്, ആ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. ആ ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് ആണ് ഒരു ഫിസിക്കൽ സ്ട്രക്ചറായിട്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ മാറുന്നത്. സോ ആ ആവാസ വ്യവസ്ഥയുടെ ഘടനയായിട്ട് മാറുന്നത് ആ ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതും ബയോട്ടിക് ആയിട്ടുള്ളതും അബയോട്ടിക് ആയിട്ടുള്ള ആ കമ്പോണൻസ് വഴിയാണ് ഒരു ഫിസിക്കൽ സ്ട്രക്ചർ രൂപപ്പെടുന്നത്. സോ ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് കോമ്പോസിഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഓരോ ഇക്കോസിസ്റ്റത്തിൻ്റെയും ഈ പറയുന്ന ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഇക്കോസിസ്റ്റത്തിൻ്റെ തന്നെ സവിശേഷമായിട്ടുള്ള ഒരു ഫീച്ചറായിരിക്കും. സോ ഇറ്റ് ഈസ് ഈ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എൻ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം. നമ്മൾ പറഞ്ഞു പോണ്ട് തൊട്ട് ചെറിയ ഒരു ഇക്കോസിസ്റ്റം തൊട്ട് വലിയ സൈസിലുള്ള ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ സീ ലെവലിലുള്ള ഇക്കോസിസ്റ്റം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഓരോ ഇക്കോസിസ്റ്റത്തിൻ്റെയും ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറായിരിക്കും. സോ ഇക്കോസിസ്റ്റത്തിന് 2 സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. സോ ഇക്കോസിസ്റ്റത്തിലെ 2 സ്ട്രക്ചറൽ ഫീച്ചേഴ്സിൽ ഒന്നാമത്തെയാണ് സ്പീഷീസ് കോമ്പോസിഷൻ. ആദ്യത്തെയാണ് സ്പീഷീസ് കോമ്പോസിഷൻ, രണ്ടാമത്തേതാണ് സ്ട്രാറ്റിഫിക്കേഷൻ. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലുള്ള ഫീച്ചേഴ്സ് ഓരോ ഇക്കോസിസ്റ്റത്തിൻ്റെയും ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്മ്യൂണിറ്റി അത് റിസൾട്ട് ചെയ്യുന്നത് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിലാണ്. സോ ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ 2 തരത്തിൽ നമുക്ക് പറയാം. 2 സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ആ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന സ്പീഷീസ് കോമ്പോസിഷൻ, 2 ആ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രാറ്റിഫിക്കേഷൻ. ആദ്യത്തെയാണ് സ്പീഷീസ് കോമ്പോസിഷൻ. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിൽ വരുന്ന സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ്. നമ്മൾ ഒരു ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള പലതരത്തിലുള്ള പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസുകൾ നമുക്കൊരു ഇക്കോസിസ്റ്റത്തിൽ കാണാൻ പറ്റും. സോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്പീഷീസ് കോമ്പോസിഷനിൽ വരുന്നത്. സോ ഇക്കോസിസ്റ്റത്തിലെ സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, ആ ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ സ്പീഷീസ് ഏതൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെ ടൈപ്പിലുള്ള പ്ലാന്റുകളും അനിമൽ സ്പീഷീസുകളും ആ ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്നുണ്ടോ, അതാണ് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്പീഷീസ് കോമ്പോസിഷൻ. ഈ സ്പീഷീസ് കോമ്പോസിഷൻ ആ ഇക്കോസിസ്റ്റത്തിൽ എന്ന് പറയുന്നത് ഓരോ ഇക്കോസിസ്റ്റത്തിലെയും സ്പീഷീസ് കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് ടൈപ്പ് സ്പീഷീസ്, ഏത് ടൈപ്പ് പ്ലാന്റുകളാണ്, ഏത് ടൈപ്പ് അനിമൽ സ്പീഷീസുകളാണ് ആ ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുക, ആ ടൈപ്പ് ഒരു സ്പീഷീസ് കോമ്പോസിഷനും ആ പെർട്ടിക്കുലർ ഇക്കോസിസ്റ്റത്തിൽ കാണുക. ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ആ സ്പീഷീസ് കോമ്പോസിഷൻ അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും. സോ അവിടെ കാണുന്ന സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള ഇക്കോസിസ്റ്റത്തിൻ്റെ ടോപ്പോഗ്രാഫി അതുപോലെ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. സോ സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇക്കോസിസ്റ്റത്തിലെ അവിടെ കാണുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിവിധ തരത്തിലുള്ള പ്ലാന്റുകളുടെയും അനിമൽ സ്പീഷീസിൻ്റെയും ആ ഒരു സമ്മിശ്രമാണ് നമ്മൾ പറയുന്ന സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന കമ്പോണൻസുകളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓക്യുപ്പൈ ഡിഫറെൻറ്റ് ലെവൽസ്.
ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഓരോ കമ്പോണൻസും എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് ലെവലിലിരിക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ഓരോ ലെയറുകളിലായിട്ടായിരിക്കും ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്പീഷീസുകൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസുകളെ നമുക്ക് കാണാൻ സാധിക്കുക. സോ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് വെർട്ടിക്കലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. സോ വെർട്ടിക്കലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആനിമൽ ഉള്ള സ്പീഷീസ് കോമ്പോസിഷൻ ആയിട്ടുള്ള ആ ഡിഫറെൻറ്റ് സ്പീഷീസുകളെ വെർട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല ലെയറുകളിലായിട്ട് പല ലെവലുകളിലായിട്ട് കാണപ്പെടുമ്പോഴാണ് അതിന് സ്ട്രാറ്റിഫിക്കേഷൻ. സോ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഡിഫറെൻറ്റ് സ്പീഷീസുകളെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഏറ്റവും ഉയരത്തിലുള്ള മരങ്ങളായിരിക്കും അത്. സോ ഏറ്റവും ഉയരത്തിലുള്ള മരങ്ങൾ നമ്മൾ പറയുന്നത് ട്രീസ്. സോ ടോപ്പിൽ കാണുന്നത് എന്തായിരിക്കും? ഏറ്റവും ടോപ്പിൽ ഒരു ഫോറസ്റ്റിൽ കാണുന്നത് ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഹൈറ്റിലുള്ള ട്രീകളായിരിക്കും. സോ ട്രീ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് ടോപ്പ് സ്ട്രാറ്റയിലായിരിക്കും നമ്മൾ അതിനെ ഉൾപ്പെടുന്നത്. ഏറ്റവും ആ വെർട്ടിക്കൽ ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും മേലെ നിൽക്കുന്നത് ഏതായിരിക്കും? ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന ആ ട്രീസ്. സോ കനോപ്പി പോലെയാണ് ട്രീകൾ കാണാം. സോ ആ മരത്തിൻ്റെ ആ ബ്രാഞ്ചുകളൊക്കെ അവിടെ നിബിഡമായിട്ട് ഒരു മേലാപ്പ് പോലെ കാണുന്നതിനെയാണ് നമ്മൾ കനോപ്പി എന്ന് പറയുക. സോ ട്രീസ് എപ്പോഴും ടോപ്പ് സ്ട്രാറ്റയിലായിരിക്കും കാണാം. ഏറ്റവും ഉയരത്തിലുള്ള മരങ്ങളൊക്കെ ഒരു ഫോറസ്റ്റിൽ ഏറ്റവും മേലത്തെ ലെയറിൽ സ്ട്രാറ്റിഫിക്കേഷൻ നോക്കുമ്പോൾ വെർട്ടിക്കലി നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് സ്ട്രാറ്റയിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ കാണും. അതായിരിക്കും ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. രണ്ടാമത് അപ്പോൾ ആ ട്രീകൾ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പീഷീസേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഷ്രബുകളൊക്കെ ആയിരിക്കും സെക്കൻഡ് സ്ട്രാറ്റ അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിൽ കാണും. മൂന്നാമത് ഹെർബ്സും ഗ്രാസുകളൊക്കെ ഒരുപാട് ഹെർബ്സും ഗ്രാസും മിനി സ്പീഷീസ് ആയിരിക്കും കാണുക. അത് ഏറ്റവും താഴത്തെ ലെയറിലായിരിക്കും ബോട്ടം ലെയറിലായിരിക്കും കാണുക. സോ ഇങ്ങനെ ഈ ഓരോ സ്പീഷീസും ഓരോ സ്ട്രാറ്റയിലായിരിക്കും കാണുക. സോ ടോപ്പ് ട്രീകൾ ഉയരത്തിൽ കാണുന്ന ആ ചെടികളൊക്കെ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഏറ്റവും മേലത്തെ ലെയറിലും അതിന് താഴെ കാണുന്നത് ഷ്രബുകളുമായിരിക്കും സെക്കൻഡ് സ്ട്രാറ്റയിൽ. പിന്നീട് നാലാമതൊക്കെ ആയിട്ട് കാണുന്നത് എന്തായിരിക്കും? ഹെർബുകളും ഗ്രാസുകളുമായിരിക്കും ഏറ്റവും താഴത്തെ ലെവലിൽ കാണുക. സോ അല്ലെങ്കിൽ താഴത്തെ സ്ട്രാറ്റയിലായിട്ട് കാണുക. സോ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ലെവലുകളിലാണ്. സോ വലിയ മരങ്ങൾ, അതിന് താഴെ ഷ്രബുകൾ സെക്കൻഡ് സ്ട്രാറ്റ അല്ലെങ്കിൽ ലെവൽ, അതിന് താഴെ ഹെർബുകൾ, അതുപോലെ ഗ്രാസുകൾ ഏറ്റവും താഴെയായിട്ട് ഹെർബ് ആൻഡ് ഗ്രാസുകളും കാണും. ഇങ്ങനെ ഓരോ സ്പീഷീസുകളും വെർട്ടിക്കലി ടോപ്പ് ടു ബോട്ടം അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. അതേസമയം സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും അനിമൽസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അവിടെ ആ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഓരോ ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാലും അതിൽ കാണപ്പെടുന്ന 2 സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് ഓരോ ഇക്കോസിസ്റ്റത്തിന്. ഒന്ന് സ്പീഷീസ് കോമ്പോസിഷൻ, അവിടെ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ്. രണ്ടാമത്തത് ഇപ്പോൾ കണ്ട ഈ പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്ട്രാറ്റിഫിക്കേഷൻ. സോ 2 സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് ഇക്കോസിസ്റ്റത്തിൻ്റെ: സ്പീഷീസ് കോമ്പോസിഷൻ, രണ്ടാമത്തത് സ്ട്രാറ്റിഫിക്കേഷൻ.